ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ഗോ വിത്ത് ഗോപിക. ഞാൻ ഉദ്ദേശിക്കുന്ന വിഷു ഷോപ്പിങ്ങിന് പോയി കുറച്ച് സാധനങ്ങൾ, എനിക്ക് വലുതായിട്ട് സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ അടുത്ത് കൃഷ്ണൻ്റെ വിഗ്രഹമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു വിഗ്രഹമല്ല, ഫോട്ടോ ഫ്രെയിം വാങ്ങിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ. എനിക്ക് കുക്കിങ്ങിൻ്റെ ABCD അറിയാത്ത ആളാണ് ഞാൻ. ഇവിടെ വന്നിട്ട് ഞാൻ ഓരോന്നിങ്ങനെ പഠിച്ച് വരുന്നു. എന്തൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് തന്നെ മനസ്സിലായില്ല. എനിവേ നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗിൽ തുടങ്ങാം. ഒരു ഷോപ്പിംഗ് വ്ളോഗല്ല, വിഷു ഷോപ്പിംഗ് വ്ളോഗിൽ തുടങ്ങാം. അങ്ങനെ ഞാനും ഇതും കൂടെ ടൂറാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഹാലിഫാക്സ് പോകാനുള്ള സമയമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ഡേ ഓഫുള്ള ദിവസം വിഷുവിൻ്റെ മുന്നേ വേറെ ഇല്ല. അങ്ങനെ മിഥുന് എനിക്ക് വന്ന് ഈവനിങ് ഷിഫ്റ്റുള്ള ഒരു ദിവസം ഞങ്ങൾ രാവിലെ ടൂറോ പോയി. അത് തുറക്കാൻ തന്നെ കുറച്ച് ടൈമാവും. ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ടൂറിലേക്ക് പോകാൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എത്തുന്ന സമയത്ത് അവിടെ തുറക്കില്ല. നമുക്കതിൻ്റെ മുന്നേ പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ അത് ആ ഫുഡും റെസ്റ്റോറൻറ്റും അതുപോലെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറും അടുത്തടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോയി. മസാല ദോശ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ ആയി. ഞങ്ങളന്ന് ഒണ്ടാരിയോ പോയ സമയത്താണ് മസാല ദോശ എന്നല്ല, എന്തെങ്കിലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അപ്പോൾ പിന്നെ അത് കഴിക്കാൻ വിചാരിച്ചു. അതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, അതുകൊണ്ട് അത്ര ഒരു ആവറേജ് ആയിരുന്നു ഫുഡ്. എന്തായാലും കിട്ടുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നെക്സ്റ്റ് ഇന്ത്യൻ സ്റ്റോറിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എടുത്തിട്ട് ഇറങ്ങണമായിരുന്നു. അപ്പം ഇത് എടുത്തുന്ന ഒരു ക്ലിപ്പാണിത്. ക്യാമറയിൽ എന്താ കാണുന്നതെന്ന് പോലും അറിയാതെ എടുത്താന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും സാരില്ല. പിന്നെ എനിക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇത് അവിടെ പോകുമ്പോൾ മാത്രമേ ഈ ചെറിയ തേങ്ങ കിട്ടുള്ളൂ. അപ്പോൾ വിഷുവിനുള്ള കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഒന്നാമത് ഞാൻ കൃഷ്ണ വിഗ്രഹങ്ങളൊന്നും ഞാൻ അങ്ങനെയൊന്നും കൊണ്ടുവന്നുണ്ടായില്ല വരുമ്പോൾ. ജസ്റ്റ് കൃഷ്ണൻ്റെ ഫ്രെയിം, കുറച്ച് എസ്സേസ്, പേപ്പർ വാഴയില, പിന്നെ എന്താ അങ്ങനെ ചെറിയ സാധനങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. എനിക്ക് കാര്യമായിട്ട് അതിനൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒരു കുട്ടി വിഷു ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി കണി വയ്ക്കാനുള്ള ബാക്കി സാധനങ്ങൾ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്ക് സെറ്റാക്കാം. ഞാൻ വലുതായി പ്ലാൻ ചെയ്തെങ്കിലും കാര്യമായിട്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ഹറിബറി ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ തിരിച്ചു പോണ വഴി നമുക്ക് പോകാൻ വണ്ടിയിൽ ഇന്ധനം വേണം. അങ്ങനെ ഞങ്ങൾ ഗ്യാസ് സ്റ്റേഷനിൽ കയറി. ഇനി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസാണ് ആവശ്യം. അപ്പോൾ അത് നമുക്ക് വാൾമാർട്ടിൽ നിന്ന് മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ പോണ വഴി വാൾമാർട്ട് പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വീടെത്തുന്ന മുന്നേ ഞങ്ങൾ വാൾമാർട്ടിൽ കയറി കുറച്ച് ആവശ്യമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും ഒക്കെ ട്രയലാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. വിഷുവിൻ്റെ തലേ ദിവസം രാത്രി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് അവൻ്റെ അടുത്തേക്ക് പോണത്. അപ്പോൾ അവൻ ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇവർ ഓൾറെഡി ഫുഡൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്ക് തലവേദനയായതുകൊണ്ട് കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. അവൻ ഈ ബഹളമൊന്നും കേട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് മലയാളം അറിയില്ല കേട്ടോ. ഒരാൾ ബംഗ്ലാദേശ്, പിന്നെ ബാക്കി രണ്ടുപേരും ഇന്ത്യൻസ് തന്നെയാണ്, നോർത്ത്. അപ്പോൾ അവർക്ക് നമ്മുടെ ലാംഗ്വേജ് അറിയില്ല. അല്ലെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല, വൈബല്ല നമുക്ക് ആവശ്യം. അങ്ങനെ എനിക്ക് പല സമയവും ഇവിടെ വന്നതിന് ശേഷം തോന്നിയിട്ടുണ്ട്. ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ടൈം പോകണത് ഞങ്ങൾ അറിയാറേ ഇല്ല. അതെപ്പോഴും അങ്ങനെയാണ്. അന്ന് എല്ലാവർക്കും ലേറ്റ് ഷിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഒരു 11:45 to 12 മണിയുടെ ഉള്ളിലുള്ള 15 മിനിറ്റിലാണ് എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്തത്. അപ്പോഴത്തേനും നമ്മുടെ ബർത്ത്ഡേ ബോയ് ഉറക്കത്തിൽ നിന്ന് എണീറ്റല്ല, അവനെ പോയി എണീപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. Happy birthday to you. Happy birthday dear Chokru. Happy birthday to you. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് എക്സ്ചേഞ്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മിററും അവളുടെ ആ മേക്കപ്പ് ടേബിളോ എന്തായാലും അതായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അത് ഞാൻ വിചാരിച്ച അത്ര എക്സ്പെൻസീവ് അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നോട്ട് ചെയ്തിട്ടുണ്ട്, എപ്പോഴേലും വാങ്ങണം. പിന്നെ കുറേ നേരം ഗെയിം കളിച്ചു. ഞങ്ങളെന്താ സ്നേക്ക് ആൻഡ് ലാഡറും
ലുഡോ ഒക്കെ കളിച്ചു. അങ്ങനെ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത്. ഇത് വെറൈറ്റി വിഷയമായാലും ഇതോ. ഇപ്പോൾ സമയം 3 മണി. ഇനി കണി വെച്ചിട്ട് ഞാൻ 4 മണിക്ക് കണി കൊണ്ടിട്ട് കിടന്ന് ഉറങ്ങുമല്ലോ ഇതോ. നോ, കണി വെച്ചിട്ട് ഉറങ്ങാം. പേരിനൊരു 10 മിനിറ്റ് ഉറങ്ങി. ഞാൻ അലാം വെച്ച് എണീറ്റ് കണി കണ്ടു. യെസ്, അങ്ങനെ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഞാൻ കുക്കിങ്ങിലോട്ട്. ഇതൊക്കെ ഞാൻ മുന്നേ കുക്ക് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. തലേ ദിവസം തോന്നുന്നു ഞാനത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും സാമ്പാറും കാളനും. ഞാനൊരു ചെറിയ സദ്യ റെഡിയാക്കിയത്. ചെറിയ സദ്യ പറഞ്ഞാൽ വളരെ ചെറിയ സദ്യയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന കുറച്ച് റെഡി ടു ഈറ്റ് സാധനങ്ങൾ കിട്ടും. എന്ന് വെച്ചാൽ അവിയൽ, അതുപോലെ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മാണിത്തട്ടാന്നാ പറയാ. മറ്റുള്ള സ്ഥലങ്ങൾ അതുപോലെ എന്തോ ഒരു വാഴച്ചുണ്ടോ എനിവേ ആ സാധനം. ഇതൊക്കെ ഞാൻ റെഡി ടു ഈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര എളുപ്പമാണ്. സാധനം എടുക്കുക, ചൂടാക്കുക, കഴിക്കുക, ഇത്രേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഫ്രോസൺ ആണെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അവിയൽ കഴിക്കണം അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവുക. ഞാൻ ആദ്യം ഇത് കഴിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും, എന്നാലും ഫ്രോസൺ അല്ലേ അങ്ങനെ. പക്ഷെ അങ്ങനെ ഇല്ല, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിലും അതുപോലെ ഈ ഉപ്പേരി ഉണ്ട്. പിന്നെ കാളൻ, സാമ്പാർ. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നമ്മൾ വിഷു സദ്യക്ക് നോൺ വെജ് കഴിക്കാറുണ്ട് പൊതുവെ. എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചിക്കനും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ പായസം ഉണ്ടാക്കാൻ പായസം സ്പെഷ്യലിസ്റ്റ് മിതു വന്നിട്ടുണ്ട്. ഞാൻ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയാവാറില്ല. അതുകൊണ്ട് മിതു പായസം ഉണ്ടാക്കാൻ മിതു പായസം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് പായസം നമ്മൾ ഉണ്ടാക്കണേ? മിതുവാ കളി. ഇളക്കാന് മറ്റേ സ്റ്റീലിന് മതിയോ? അതുപോലെ അവർക്ക് കണ്ടു തരാം. കറക്റ്റ് എക്സാക്റ്റ് മെഷർ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതോ എന്തത്ര സീരിയസ് ആയിട്ട് നിൽക്കണേ? അതൊന്നും കഴിച്ചില്ലേ? ഞാൻ വരാം. മുന്തിരി ഉണ്ട്. ഈ വിഷു ഒരു സ്പെഷ്യൽ വിഷുവാണ്. കാരണം ഞാനും ഇതും ഒന്നിച്ചിട്ട് എന്താ ഇത് ലാസ്റ്റ് വിഷു ഉണ്ടായില്ലേ? അല്ല, +1 +2 ആയിരിക്കും.
കഴിഞ്ഞിട്ട് ഒന്നിച്ചിട്ടൊരു വിഷുവിന് ഉണ്ടായില്ല. അത് വിഷുവിന് ഉണ്ടാവുമെങ്കിലും ഒന്നിച്ച് ഫുഡൊന്നും കഴിക്കാറൊന്നുമില്ല. മിഥുൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലല്ലേ. അങ്ങനെ ഇന്ന് ആദ്യമായിട്ടല്ല, കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനും ഇത് ഒന്നിച്ച് വിഷു. അതിന് അടുത്തോളം സാരില്ല, പ്രാവശ്യത്തേക്ക് ക്ഷമിച്ച്. പ്രൊഫഷണൽ ഷെഫിൻ്റെ പായസമാണ്. ഒക്കെ പായസം മിക്സാ. പാല് ചൂടാക്കുന്നു, മിക്സ് ചേർക്കുന്നു. അത് കുറച്ചും കൂടി പൊട്ടിക്കടാ. എല്ലേനും ഒരു മറുപടി ഉണ്ട്. എനിക്ക് ധൃതിയുണ്ട്. സമയം എത്രയും നോക്കി, 1:30 ആയി. ഫുഡ് കഴിക്കണോ? ചിക്കൻ അവിടെ ഉണ്ട്. ചിക്കൻ ഇല്ലാതൊരു പരിപാടിയില്ല. എന്നിട്ടോ ഞാൻ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ മറ്റേ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്. എന്നോട് ഞാൻ എപ്പോൾ വരാൻ പറഞ്ഞതാ? എത്ര നേരമായി? ഒരു 4 കഷ്ണം സാധനമുള്ളൂ. ഇച്ചിരി സാധനമുള്ളത്. അത് വലിയ സമയം എടുക്കണം. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്ന് സെറ്റ് ചെയ്യണം. നല്ല മേശക്കുണ്ട്. സമയം നോക്ക്. ഞാനല്ലല്ലോ, ഈ അല്ല നേരം വൈകിയ. ഞാൻ റെഡിയൊക്കെ ആയി മിതുവും വിളിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഉണ്ട് ഒരാള് 1:30 വന്നിക്കണ്. 1:30 1 മണിക്ക്. സദ്യയുടെ ലാസ്റ്റ് റൗണ്ട് പരിപാടികളും കഴിഞ്ഞു. ചോറൊക്കെ ചൂടാക്കി എല്ലാം സെറ്റ് ചെയ്ത് ചീരപ്പേരി, അവിയൽ, കാളൻ, പിന്നെ മാണിത്തട്ട ഉപ്പേരി, സാമ്പാർ, പപ്പടം, ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, പായസം, ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഫുഡ്. പിന്നെ ശർക്കര ഉപ്പേരിയും അച്ചാറും ഞാൻ അല്ലെങ്കിൽ വിളമ്പാൻ മറന്നു. നല്ല വിശപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.